ഉണ്ണിഗണപതി ഒരു വലിയ സദ്യ കഴിഞ്ഞിട്ട് മടങ്ങാണ് കേട്ടോ. അപ്പോൾ രാത്രിയാണ് സമയം, നല്ല നിലാവുണ്ട്. അപ്പം നമുക്ക് അറിയാം സ്വതവേ തന്നെ ഉണ്ണിഗണപതിയുടെ ആ ഒരു ചെറിയ കുമ്പയും അതുപോലെ തന്നെ ആനയുടെ മുഖമുള്ള കണ്ണും മുറം പോലത്തെ ചെവിയും മൂക്കും തുമ്പിക്കൈയും ഒക്കെ നമുക്ക് വളരെയധികം കൗതുകമാണ്. അതുമാത്രമല്ല, നല്ല കുണ്ടപ്പനായിട്ടുള്ള ആ ഒരു ഉണ്ണിഗണപതിനെ കണ്ടാൽ ആരായാലും ഒന്ന് കൗതുകത്തോടു കൂടി നോക്കും. അതുമാത്രമല്ല, നമുക്കൊന്ന് ഉണ്ണിഗണപതിനെ ഇങ്ങനെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാമെന്ന് നമുക്ക് തന്നെ തോന്നുമല്ലേ. ഭഗവാന്റെ അത്രയും മനോഹരമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സൗന്ദര്യം. അതുപോലെ തന്നെയാണ് ചന്ദ്രഭഗവാനും ഉണ്ണിഗണപതിനെ കുറിച്ചിട്ട് തോന്നിയത്. ഉണ്ണിഗണപതിനെ നോക്കിയിട്ട് ചിരിക്കുകയാണ്. അപ്പോൾ ഉണ്ണിയല്ലേ, രാത്രി നല്ല നിലാവുണ്ട്, ഒപ്പം തൻ്റെ വാഹനമായിട്ടുള്ള മൂഷികനും ഉണ്ട്. അങ്ങനെ ഉണ്ണിഗണപതിയുടെ ആ ഒരു നീളമുള്ള ചെവി, അതായത് മുറം പോലത്തുള്ള ചെവി, അതുമാത്രമല്ല തുമ്പിക്കൈയ്യ്, ഇതൊക്കെ കണ്ടിട്ട് ചോദിക്കുകയാണ്, നിന്റെ നല്ല ഭംഗിയുണ്ടല്ലോ നിന്നെ കാണാൻ, നിന്റെ മുറം പോലത്തെ ചെവി അതിഭംഗിയാണ്, അതുമാത്രമല്ല നിന്റെ തുമ്പിക്കൈയ്യ് അതിലേറെ മനോഹരമാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുട്ടീനെ കളിയാക്കി കൊണ്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. ആര്? ചന്ദ്രഭഗവാൻ ട്ടോ. ഇത് ഉണ്ണി ചെറിയ ഉണ്ണിയല്ലേ, ഉണ്ണിക്ക് അത്ര പിടിച്ചില്ല. ഉണ്ണി വേഗം ആ ഒരു മൂഷികന്റെ പുറത്തുനിന്ന് ചാടി എഴുന്നേറ്റിട്ട് അമ്മേന്ന് പറഞ്ഞിട്ട് ഓടി പോവാണ് കരഞ്ഞും കൊണ്ട്. എന്താണ്? ചന്ദ്രഭഗവാൻ എന്നെ കളിയാക്കി. ഉണ്ണിക്ക് കളിയാക്കിയപ്പോൾ അത് ഇഷ്ടമായില്ല. അതാണ് ചന്ദ്രഭഗവാൻ ഒരു കൗതുകം കൊണ്ട് കളിയാക്കിയതാണ്. പക്ഷേ ഗണപതി കുട്ടിക്ക് അത്ര ഇഷ്ടമായില്ല. അമ്മേന്ന് വിളിച്ചിട്ട് ഓടുകയാണ്. അപ്പൊ കുമ്പയിൽ നിറയെ ലഡു, ജിലേബി, മധുര പലഹാരങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം കേട്ടോ വയറ്റില്. ആ കുമ്പയും കുലുക്കിയിട്ടാണ് ഉണ്ണി ഗണപതി ഓടുന്നത്, കൈലാസത്തിലേക്ക് ഓടുന്നത് കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് ഒരു കല്ല് തട്ടി തടഞ്ഞിട്ട് ഉണ്ണി ഗണപതി ആ കിടക്കണ നിലത്തേക്ക് വീണു എന്ന് മാത്രമല്ല, ഈ വലിയ കുമ്പയില്, ആള് കുട്ടിയാണെങ്കിലും കുമ്പ വലുതാണ്. അപ്പോൾ കുമ്പയുടെ ഒരു ഭാഗം പൊട്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഒരു വിടവ് വന്നിട്ട് അതിൽ നിന്നിട്ട് ലഡു, ജിലേബിയും മിഠായികള്, മധുരമുള്ള പലഹാരങ്ങള് എല്ലാം പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറയാച്ചുണ്ടെങ്കിൽ വയറ് പൊട്ടിയതോടുകൂടി കുട്ടിക്ക് വളരെയധികം വേദനയാവുകയാണ്. വേദനയോട് കൂടിയിട്ട് അമ്മേന്ന് വിളിച്ചു. ആ ഒരു വിളി പാർവതി ദേവിയും കൈലാസിലെ ശിവഭഗവാനും സുബ്രഹ്മണ്യനും ദേവതകളൊക്കെ കേൾക്കാണ്. അതോടുകൂടി ഈ ഗണപതി ഭഗവാൻ, ഉണ്ണി ഗണപതി ബോധരഹിതനായിട്ട് വീഴാണ് കേട്ടോ. ഈ ഉണ്ണിയുടെ കരച്ചിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലർച്ച എന്ന് പറയാം നമുക്ക്. അത് അമ്മയല്ലേ, അമ്മ കേട്ടതോടുകൂടി അമ്മ വേഗം കൈലാസത്തില് തൻ്റെ കൊട്ടാരത്തിൻ്റെ മുന്നിലേക്ക് ഓടി വരികയാണ്. എന്താണ് എൻ്റെ ഉണ്ണിക്ക് സംഭവിച്ചത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഉണ്ണി അങ്ങനെയൊന്നും എന്നെ ഹൃദയം പൊട്ടി വിളിക്കലില്ല. അപ്പോൾ എന്താണ് എൻ്റെ ഉണ്ണിക്ക് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് പാർവതി ദേവി ഓടി വരികയാണ് കേട്ടോ. ഓടി വന്ന് നോക്കുമ്പോൾ ശിവഭഗവാനും സുബ്രഹ്മണ്യനും ദേവന്മാരും ഒക്കെ കൊട്ടാര മുറ്റത്ത് ഇങ്ങനെ അണിനിരന്ന് നിൽക്കുന്നുണ്ട്. അവരൊക്കെ ഉണ്ണിഗണപതിനെ ഇങ്ങനെ നോക്കുകയാണ്. കാരണം എന്താ, ഉണ്ണിഗണപതി മോഹാത്സത്തിലായിരിക്കണു, തൻ്റെ വയറ്റിലുള്ള ആ ഒരു മധുരപലഹാരങ്ങളൊക്കെ പുറത്തേക്ക് വീണെടുക്കുന്നുണ്ട്. ഇത് കണ്ടതോടുകൂടി പാർവതി ദേവിക്ക് സഹിക്കുമോ? തൻ്റെ ഉണ്ണി വയറ് പൊട്ടിയിട്ട് വേദന കൊണ്ട് ബോധമില്ലാണ്ടായി കിടക്കുകയാണ്. വേഗം ഉണ്ണിഗണപതിയുടെ തലയെടുത്തിട്ട് മടിയിൽ വെക്കുകയാണ്. എന്നിട്ട് പാർവതി ദേവി കരയുകയാണ്. എന്താണ്? തൻ്റെ ഉണ്ണിക്ക് അത്രയും വിഷമായിട്ടാണ്, അവൻ വേദനിച്ചിട്ടാണ് അവൻ്റെ ആ ഒരു വയറ് പൊട്ടിയത് വേദന അവൻ സഹിച്ചിട്ടാണ് ബോധമില്ലാണ്ടായത് എന്നുള്ളതുകൊണ്ട്. അങ്ങനെ പാർവതി ദേവിക്ക് സങ്കടം സഹിച്ചില്ല. കുറച്ചു നേരം അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് എല്ലാവരെയും നോക്കിയിട്ട് ഇങ്ങനെ കരയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിൽ. അങ്ങനെ അവസാനം ഗണപതിയുടെ ഈ ഒരു ഉണ്ണിഗണപതിയുടെ ഈ ഒരു അവസ്ഥയ്ക്ക് ആരാണ് കാരണം എന്ന് പാർവതി ദേവി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പുറത്ത് ചന്ദ്രഭഗവാൻ ആകാശത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, പേടിച്ചരണ്ടിരിക്കണു. കാരണം എന്താ, താൻ ഉണ്ണിഗണപതിക്ക് ഒന്നും പറ്റണം എന്ന് വിചാരിച്ചിട്ട് കളിയാക്കിയത് അബദ്ധമായി പോയതാണ്. അതോടുകൂടി ഉണ്ണിഗണപതി ഓടിയതും അവിടെ പോയി വീണതും വയറ് മുഴുവൻ പൊട്ടി പലഹാരങ്ങളൊക്കെ പുറത്തേക്ക് പോയതാണ്. അതിനെ ശരിക്കും പറയച്ച ചന്ദ്രഭഗവാൻ നിരപരാധിയാണ്. എങ്കിലും ചന്ദ്രഭഗവാൻ ആകാശത്ത് നിന്ന് പറയാണ്, മാതാവേ ഞാൻ കാരനാണ് ഉണ്ണിക്ക് ഇങ്ങനെ പറ്റിയത്. കരയണുണ്ട്. കാരണം എന്താ,
പേടി. മാതാവല്ലേ, എല്ലാവരുടെയും മാതാവാണ് പാർവതി. അതുകൊണ്ട് തന്നെ അമ്മേനോട് സങ്കടം പറയാണ് ചന്ദ്രഭഗവാൻ ട്ടോ. അപ്പോൾ ഇത് കേട്ട് പാർവതിക്ക് ദേഷ്യം വരികയാണ്. പക്ഷെ ശിവഭഗവാന് ദേഷ്യമൊന്നും വന്നില്ല. ശിവഭഗവാൻ എന്നോട് പറയാണ്, ചന്ദ്രഭഗവാൻ എന്നോട് ക്ഷമിച്ചാലും ഞാൻ വേണച്ച് ചെയ്തതല്ല. ഞാൻ കുട്ടിയുടെ ആ ഒരു ഭംഗി കണ്ടിട്ട് അവനോട് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിങ്ങനെ അവൻ ഓടിപ്പോയി വീഴുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് ചന്ദ്രഭഗവാൻ പറയാണ് കേട്ടോ. അപ്പോൾ ശിവഭഗവാൻ പറയാണ്, ഞാൻ ക്ഷമിച്ചിരിക്കണോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പാർവതി അമ്മയല്ലേ, അമ്മയ്ക്ക് കുറച്ചും കൂടി കുട്ടീനോടുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ലാളന അല്ലെങ്കിൽ മമത ഇതൊക്കെ അധികമാണല്ലോ. അതുകൊണ്ട് പാർവതി ദേവി ശിവഭഗവാനോട് പറയാണ്, അങ്ങ് എന്താണ് ചന്ദ്രന് ശിക്ഷ നൽകാത്തത് എന്ന് ചോദിക്കുമ്പോൾ ശിവഭഗവാൻ പറയാണ്, അവന് സ്വന്തമായി തൻ്റെ ശരീരം നേരെയാക്കാൻ, അതായത് ഈ വയറ് പൊട്ടിയ ഭാഗം ശരിയാക്കിയിട്ട് ആ ഒരു പൊട്ടിയത് നേരെയാക്കാൻ, അത് ശരിക്കും ഉണക്കാനുള്ള കഴിവ് ഉണ്ണിഗണപതിക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചന്ദ്രനെ നമുക്ക് ശിക്ഷിക്കണം ആവശ്യമില്ല എന്ന് പറയണം കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഗണപതി ഭഗവാന് ഓർമ്മ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ ചിരിച്ചിട്ടാണ് ആൾ എണീക്കുന്നത്. അപ്പോഴത്തേക്ക് ഈ വേദനയൊന്നും ഓർമ്മയില്ല കേട്ടോ. ചിരിച്ചെണീക്കുമ്പോൾ എവിടെ നിന്നിട്ടോ ഒരു സർപ്പം വരികയാണ് ഉണ്ണിഗണപതിയുടെ അടുത്തേക്ക്. വേഗം സർപ്പം പറയാണ്, ഉണ്ണിഗണപതി വേഗം എന്നെ ആ ഒരു വയറുമ്മിൽ കെട്ടിക്കോളൂ എന്ന് പറയണ സർപ്പട്ടോ. ആ പറഞ്ഞതോടുകൂടി വേഗം ആ ഒരു സർപ്പത്തിനെ എടുത്തിട്ട് തൻ്റെ ആ ഒരു വിടവ് വന്ന കുമ്പയുടെ മുകളിൽ പിന്നെ കൂടെ എടുത്തിട്ട് ഒരൊറ്റ കെട്ടുകയാണ്. കെട്ടിയതോട് കൂടിയിട്ട് ആ വിടവ് വന്ന അല്ലെങ്കിൽ മുറിയായിട്ടുള്ള ആ ഒരു ഭാഗം താനെ ഉണങ്ങുകയാണ് കേട്ടോ. ഉണങ്ങിയതോട് കൂടിയിട്ട് ആളെന്താ ചെയ്യുന്നത്, വേഗം പുറത്ത് കിടക്കുന്ന ആ ഒരു ലഡുവും ജിലേബിയും അതുപോലുള്ള മധുരപലഹാരങ്ങളൊക്കെ വേഗം തൻ്റെ കുമ്പിക്കൈ കൊണ്ടെടുത്തിട്ട് തൻ്റെ വായിലേക്ക് ഇടുകയാണ്. കാരണം എന്താ, വയറൊക്കെ ഉണങ്ങി പാമ്പിനെ അഴിച്ചു കളയുകയും ചെയ്തു. അതോടുകൂടി വീണ്ടും തൻ്റെ വയറ്റിൽ കൊള്ളണ്ടേ, ഈ മധുരപലഹാരങ്ങളൊക്കെ പുറത്തേക്ക് പോയാൽ ശരിയാവുമോ. വേഗം അദ്ദേഹം ആ ഉണ്ണിഗണപതി ആ വീണ മധുരപലഹാരങ്ങളൊക്കെ എടുത്തിട്ട് വേഗം വായിലേക്ക് അങ്ങോട്ട് ഇടുകയാണ് കേട്ടോ. ഇത് കണ്ടതോടുകൂടി ദേവന്മാരെല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ്. തൻ്റെ ഉണ്ണിയുടെ അല്ലെങ്കിൽ ആ ഒരു ഉണ്ണിഗണപതിയുടെ ആ ഒരു ലീലകൾ കണ്ടിട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ്. അതോടുകൂടിയിട്ട് ശിവഭഗവാനും പാർവതി ദേവിയും സുബ്രഹ്മണ്യനും എല്ലാവരും ഉണ്ണിഗണപതിനെ എടുത്തിട്ട് മാറി മാറി ഒക്കത്ത് വയ്ക്കുകയാണ്. അമ്മയാണെങ്കിലോ പാർവതി മാതാവാണെങ്കിലോ അവൻ്റെ നെറുകയിൽ ഒരുപാട് ഉമ്മകൾ നൽകുകയാണ്. ഉണ്ണിഗണപതിയുടെ ലീലകളാണ് അതിമനോഹരം അല്ലേ. ഭഗവാന്മാരുടെ ലീലകളൊക്കെ അതിമനോഹരങ്ങളാണ്.